സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് ധ്യാനത്തിൻ്റെ 2-ാം ദിവസമാണ്. അതിനു മുമ്പായി 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ധ്യാനം ഉണ്ടാകില്ല. ആഴ്ചയിൽ 2 ധ്യാനമെങ്കിലും നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൂടാതെ തന്നെ ഹിന്ദിയിലും ധ്യാനം കൊടുക്കേണ്ടതാണ്. മറ്റ് പല തിരക്കുകളുണ്ട്. അതുകൊണ്ടാണ് ദിവസവും ധ്യാനം നൽകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിനാൽ നിങ്ങൾ കേൾക്കുന്ന ധ്യാന പോയിന്റുകൾ ഓർത്ത് വെച്ച് ദിവസവും നിങ്ങൾ ധ്യാനിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധി അമ്മ നിങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ധ്യാന വായനയെപ്പറ്റി, വചന വായനയെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഒരു ദിവസം 4 ജപമാലയെങ്കിലും നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കണം. രഹസ്യങ്ങളിൽ ഊന്നി ധ്യാനിച്ച് വേണം ജപമാല ചെല്ലാൻ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞിരുന്നു, നാം വിശ്വാസികളുടെ ആയുധം മറ്റൊന്നുമല്ല, AK-47 അല്ല, അതിനേക്കാളും അതിശക്തമായിട്ടുള്ള ജപമാലയും, ഒരു കയ്യിൽ ജപമാലയും മറു കയ്യിൽ കുരിശുമായി നാം മുന്നേറും. അപ്പോൾ കുരിശും ജപമാലയാണ് നമ്മുടെ ആയുധങ്ങൾ എന്ന് മറക്കരുത്. അതോടൊപ്പം തന്നെ എത്രമാത്രം കരുണക്കൊന്തകൾ ചെല്ലാൻ സാധിക്കുമോ അത്രയധികം ഈശോയുടെ പീഡാനുഭവങ്ങളിൽ ധ്യാനിച്ചുകൊണ്ട് കരുണക്കൊന്ത ചെല്ലണം. കരുണക്കൊന്ത ചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം എപ്രകാരമാണ് നമുക്ക് ലഭിക്കുന്നത്? ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥന ഓർക്കുക. ഈശോയുടെ പീഡാനുഭവങ്ങളെ നാം പിതാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു വിശ്വാസി, ദൈവത്തിന്റെ ഒരു പ്രിയ പുത്രനും പുത്രിയും, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്നേഹപിതാവായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവിടുന്ന് അനുഭവിച്ച അതിഭയങ്കരമായ പീഡനങ്ങളും അതുപോലെ കുരിശുമരണവും എത്രമാത്രം നാം ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും ലഭിക്കുവാൻ പോകുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം കരുണക്കൊന്ത നിങ്ങൾ ചെല്ലാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങൾ ചെല്ലുക. അതിന്റെ ഫലം നിങ്ങൾ തീർച്ചയായും കാണും, മുന്നറിയിപ്പിന്റെ ദിവസവും അതിനുശേഷമുള്ള നാളുകളിലും. ഇതൊക്കെ നമ്മുടെ ദിവസേനയുള്ള കടമകളും കടപ്പാടുകളും കൃത്യമായി നിറവേറ്റിക്കൊണ്ടായിരിക്കണം. മറ്റൊന്നും കടമകളും കടപ്പാടുകളും മാറ്റിവെച്ചുകൊണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധ അമ്മ നമ്മെ ദൈവ സ്നേഹത്തെ കുറിച്ച് ആണ് നമുക്ക് ഇന്ന് ധ്യാനം തരുന്നത്. വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യവാളൻ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം തന്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചില്ലായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യവർഗവും നിത്യമായ നരകത്തിൽ പതിക്കുമായിരുന്നു. ശരിയാണ് പ്രിയപ്പെട്ടവർ. നോക്കുക, മാലാഖമാര് ദൈവത്തിനെതിരെ പാപം ചെയ്തു. അവർക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കൂടെ ലഭിച്ചില്ലെന്ന് ഓർക്കണം. എന്നാൽ ഇവിടെ നോക്കുക, മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യനെ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ചതൊരു ദൈവദൂതനെ അല്ല, ഒരു മുഖ്യദൂതനെ അല്ല, ഒരു സെറാഫിനെ അല്ല, ഒരു കെരൂബിനെ അല്ല. പ്രിയപ്പെട്ടവരെ, തന്റെ ഏകപുത്രനെയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചതെന്നുള്ള കാര്യം ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും നിരന്തരം ധ്യാനിക്കേണ്ടതാണ്. അമ്മ ഒരു നല്ല ദൃഷ്ടാന്തത്തിലൂടെ, ഒരു ഉദാഹരണത്തിലൂടെ ദൈവസ്നേഹം, ദൈവപുത്രന്റെ സ്നേഹം നമ്മെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഒരു രാജ്യത്ത് ഒരു രാജാവും ഒരു രാജകുമാരനും ഉണ്ടായിരുന്നു.
ആ രാജ്യത്ത് ആ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും എല്ലാ തരത്തിലും വളരെ വ്യത്യസ്തമായിരുന്നു, മാതൃകാപരമായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു കാരണം ഇതായിരുന്നു: ആ രാജാവും രാജകുമാരനും തൻ്റെ രാജ്യത്തിലെ ഓരോ പൗരനെയും തൻ്റെ സ്വന്തം മകനെ പോലെ മകളെ പോലെ സ്നേഹിച്ചു. യാതൊരു തരത്തിലുള്ള തിരിച്ചു വ്യത്യാസവുമില്ലാതെ. അങ്ങനെ ഇരിക്കെ ആ രാജകൊട്ടാരത്തില് ഏറ്റവും താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ വേലക്കാരൻ ഒരു രോഗം പിടിപെട്ടു. അതൊരു അസാധാരണമായ രോഗമായിരുന്നു. ലക്ഷങ്ങളിൽ കോടികളിൽ ഒരാൾക്കുണ്ടാകുന്ന രോഗം. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ വൈദ്യനെ വരുത്തി ചികിത്സിക്കുവാൻ ആ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ആ വിഷഗ്വരൻ വന്നു ഇപ്രകാരം പറഞ്ഞു: ഈ രോഗിയുടെ രോഗം അത്ര പെട്ടെന്ന് മാറുന്നതല്ല. ഇതിനു പറ്റിയ ഒരു മരുന്ന് എൻ്റെ പക്കലില്ല. രാജാവും രാജകുമാരനും അങ്ങേറ്റം ദുഃഖിതരായി. എങ്ങനെ ഈ മകന്റെ, ഈ ദാസന്റെ ജീവൻ രക്ഷിക്കാം എന്ന് ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്ത് ഏറ്റവും നല്ല ബിഷപ്പുകാരനെ എവിടെ കിട്ടുമോ അവിടുന്ന് ആളയച്ച് അയാളെ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. ഏറ്റവും പ്രഗത്ഭനായ ബിഷപ്പുകാരൻ വന്നു ശരിയായ തരത്തിൽ ഇയാളെ ട്രീറ്റ് ചെയ്ത ശേഷം പറഞ്ഞു: 24 മണിക്കൂറും ഒരു വ്യക്തി ഓരോ നിമിഷവും ആ വ്യക്തിയുടെ സമീപത്തിരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന പക്ഷം ഒരു പക്ഷേ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് ഇയാളുടെ രോഗം ഭേദമാക്കാൻ സാധിക്കുമെന്ന്. വീണ്ടും രാജാവ് ദുഃഖിതനായി. രാജാവിന്റെ ഒരു കൽപ്പന മതി, 1000 പേർ തയ്യാറാകും. പക്ഷേ ഈ വിഷഗ്വരൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി തന്റെ സ്വന്തമായി കരുതി ഒരമ്മ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ 24 മണിക്കൂറും സമീപത്തിരുന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ആരെ കിട്ടും? ആരുണ്ടാവും? പ്രിയപ്പെട്ടവരെ, രാജകുമാരനും രാജാവും ഒന്നു തന്നെയായിരുന്നു. ഒരേ സ്വഭാവം, ഒന്ന് തന്നെ. രാജാവിന്റെ ദുഃഖത്തിന്റെ കാരണം രാജകുമാരൻ മനസ്സിലാക്കി. ആ രാജകുമാരൻ തന്റെ പിതാവിന്റെ പക്കൽ ചെന്ന് പറഞ്ഞു: പിതാവേ, അങ്ങയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ തയ്യാറാണ്, അവിടെ നിന്ന് അയച്ചാൽ. ഇത് കേട്ട് പ്രിയപ്പെട്ടവരെ, ആ രാജാവ് അങ്ങേറ്റം സന്തുഷ്ടനായി. മകനെ, പോവുക, ആശീർവദിച്ചയച്ചു. ആ രാജകുമാരൻ ആ സമൂഹത്തിലെ നോക്കുക, ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ദാസനാണ്. അവന്റെ പക്കൽ പോയി നാളുകളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങളെടുത്ത് 24 മണിക്കൂറും അങ്ങേറ്റം ശ്രദ്ധയോടുകൂടെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പരിചരിക്കുന്നതിനും കൂടുതലായി സ്നേഹത്തോടുകൂടെ ശുശ്രൂഷിച്ച് ആ മകന്റെ ജീവൻ രക്ഷിച്ചു. ഇനി നിങ്ങൾ പറയുക, ആരാണ് ഈ രാജാവ്? ആരാണ് ഈ രാജകുമാരൻ? ആരാണ് ഈ ദാസൻ? പ്രിയപ്പെട്ടവരെ, ഈ രാജാവാണ് നമ്മുടെ സ്നേഹസമ്പന്നനായ പിതാവ്. ഈ രാജകുമാരനാണ് നമ്മുടെ രക്ഷകനായ യേശു. ഈ ദാസനാണ് നാം ഓരോരുത്തരും. ഓർക്കുക, ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെതിരെ പാപം ചെയ്ത് നിത്യമായി നശിച്ചു പോയ ആ മാലാഖമാരെ പോലെ
പാപം ചെയ്ത മനുഷ്യരാശിയെ മുഴുവനായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും പാപം ചെയ്യാത്ത മാലാഖമാരെക്കാളും വിശുദ്ധരായ ഒരു സമൂഹത്തെ ദൈവത്തിന് നിമിഷം കൊണ്ട് സൃഷ്ടിക്കാമായിരുന്നു. അവിടുന്ന് ചെയ്തില്ല. എന്താ കാരണം? നോക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഛായയും മനുഷ്യന്റെ ഛായയും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെ പോലെ അല്ല, തന്റെ സ്വന്തം രൂപത്തിലാണെന്ന് നോക്കുക. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ പ്രിയ മകനാണ്, മകളാണ്. അതിനാലാണ് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചത്. ഓർക്കുക, ഒരു ദാസന് മറ്റൊരു ദാസന്റെ ശുശ്രൂഷ ലഭിക്കാനുള്ള അർഹതയുണ്ട്. എന്നാൽ ഒരു ദാസന് ഒരു രാജാവിന്റെ ശുശ്രൂഷ ലഭിക്കാൻ എന്ത് യോഗ്യതയാണ് പ്രിയപ്പെട്ടവരെ? ആ ദാസൻ നന്ദിയുള്ളവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ, ആരാണ് ഇത്രമാത്രം ത്യാഗം സഹിച്ച് എന്നെ രക്ഷിച്ചതെന്ന് അവൻ അറിയുമ്പോൾ അവൻ അവന്റെ രാജാവിന് വേണ്ടി 100 പ്രാവശ്യം ജീവൻ കൊടുക്കാൻ തയ്യാറാകില്ലേ? നോക്കുക, പാപികളായ നമ്മെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്ത ത്യാഗം ചെറുതല്ല പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. സകല മനുഷ്യവർഗത്തിന്റെയും പാപങ്ങൾ തന്റെ ശരീരത്തില്, തന്റെ മനസ്സില്, ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു യാഗമായി നോക്കുക, കാൽവരിയുടെ മുകളിൽ 3 ആളുകളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ തൂങ്ങി നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്. ഈ ഒരു കാര്യം, ഈ രക്ഷാകൃത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് പ്രിയപ്പെട്ടവർ. തന്റെ പുത്രനിലൂടെ സഹിച്ച പിതാവ് തന്നെയാണ്. ഈശോ പറയുന്നില്ലേ ഫിലിപ്പോസ് പുണ്യവാളിനോട്, ഫിലിപ്പോസ് ശ്രീഹായോട് പറയുന്നില്ലേ, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണും. പുത്രന്റെ സഹനം അതുപോലെ തന്നെ പിതാവും സഹിച്ചു. ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് യൗജീനിയ എലിസബത്ത എന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കിന് ആദ്യമായി ദൈവപിതാവ് പ്രത്യക്ഷമായി. നമുക്കറിയാം, കഴിഞ്ഞ 2000 വർഷങ്ങൾക്കുള്ളിൽ പല പ്രാവശ്യം ഈശോ തന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ദൈവപിതാവ് ഒരു മിസ്റ്റിക്കിന്, തന്റെ പ്രിയപ്പെട്ട മകൾക്ക് പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് മുഴുവനായി സന്ദേശം കൊടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാകും. സകല മനുഷ്യരുടെ നിത്യരക്ഷയ്ക്കായുള്ള സ്നേഹപിതാവായ ദൈവത്തിന്റെ അമൂല്യ സന്ദേശങ്ങൾ. ഈ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവപിതാവ് പറയുന്നുണ്ട്, പലരും എന്നെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കാണുന്നത്. പിതാവ് എന്ന് പറയുമ്പോൾ ആ ഒരു ചിന്തയാണ്. എന്നാൽ കർത്താവ് പറയാണ്, പിതാവ് പറയാണ്, ഞാൻ അത്തരത്തിലല്ല, ഞാൻ എൻ്റെ പുത്രനെ പോലെ തന്നെയാണ്. പുത്രൻ എപ്രകാരമാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് പിതാവ്. ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നോക്കുക. ആ കരത്തിൽ എന്താണ്? ലോകം അല്ലെങ്കിൽ ഭൂമി. യോഹന്നാസ്ലീഹായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16-ാം വാക്യം നാം വായിക്കുന്നില്ലേ? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ പുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ലോകം നാം ഓരോരുത്തരെയും എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണെന്ന് നോക്കുക കർത്താവ്.
ഭൂമിയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇത് നാം ഓരോരുത്തരുള്ള പ്രത്യേകമായ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. ദൈവപിതാവിന്റെ പ്രത്യേകമായ സ്നേഹമാണ്. അവിടുത്തെ കിരീടം എവിടാണെന്ന് നോക്കുക. അവിടുന്ന് ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. കിരീടം തന്റെ കാൽപാദത്തിലാണ് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കാൽപാദത്തിൽ വെച്ചിരിക്കുന്നത്? പിതാവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലർക്കും ദൈവത്തെ പറ്റി കേൾക്കുമ്പോൾ ഭയമാണ്. നിങ്ങൾ ഭയപ്പെടണം. ഞാനൊരു സാധാരണ മനുഷ്യനായി നിങ്ങളുടെ പക്കലേക്ക് വരികയാണ്. ഇതാ എൻ്റെ കിരീടവും ചെങ്കോലും ഞാൻ എൻ്റെ പാദാന്തികത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കാൻ. മക്കളെ, എൻ്റെ പക്കലേക്ക് വരിക. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും മക്കളെ, നിങ്ങൾ അനുതപിക്കുക, പാപം ഒഴിവാക്കുക, എൻ്റെ പക്കലേക്ക് വരിക. ഇതാ നിങ്ങൾക്കായി ഞാൻ കാത്തുകാത്തിരിക്കുന്നു. ഈ സന്ദേശത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മക്കളെ, ഇനി അധികം സമയമില്ല. എത്ര വ്യക്തമാണെന്ന് നോക്കുക സന്ദേശം. മക്കളെ, ഇനി അധികം സമയമില്ല. നിങ്ങൾ എൻ്റെ ചാരത്തണയുക, നിങ്ങൾ എൻ്റെ പക്കലേക്ക് വരിക. ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പാപത്തെ പറ്റി അനുതപിക്കുക, നിങ്ങളുടെ പക്കലേക്ക് വരിക എന്ന് സ്നേഹപിതാവായ ദൈവം നമ്മെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാണ്. കർത്താവ് പറയുന്നുണ്ട് സന്ദേശത്തിൽ, ഞാൻ എൻ്റെ പ്രിയപുത്രനെ നിങ്ങൾക്കായി ഈ ഭൂമിയിലേക്ക് അയച്ചു, നിങ്ങളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി. യഥാർത്ഥത്തിൽ എൻ്റെ പുത്രനിലൂടെ ഞാൻ സഹിച്ചു. തീർച്ചയാണ്, സത്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കരുണയുടെ ജപമാലയിൽ ഈശോ വിശുദ്ധ ഫൗസ്റ്റിനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച്, കുരിശു മരണത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അപ്പോൾ പാപം ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? എന്താണ് പാപം? ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ, അവിടുത്തെ കൽപ്പനകൾക്ക് നിയമങ്ങൾക്കും എതിരെ ചെയ്യുന്നതാണ് പാപം. നാം എന്ത് ചെയ്താലും അത് പാപമായി മാറും. ഓർക്കുക, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ നാം തന്നെ ഒരു ചോദ്യം ചോദിക്കണം നമ്മോട്, ഇതാരാണ് ഇത് ചെയ്തത്? കർത്താവിന്റെ ശരീരത്ത് 1000-ൽ കൂടുതൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഭയാനകമായ മുറിവുകൾ. മാനസികമായും ശാരീരികമായും ആത്മീയമായും അങ്ങേയറ്റം എക്സ്ട്രീമായ രീതിയിൽ അവിടുന്ന് സഹിച്ചു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മുടെ പാപങ്ങളാണ് ഇത്ര ഭയങ്കരമായ ഈ അതിക്രമം കർത്താവിനോട് നാം ചെയ്യും. അങ്ങനെയെങ്കിൽ നാം വീണ്ടും പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം അറിഞ്ഞുകൊണ്ട് വീണ്ടും പാപം ചെയ്യുമ്പോൾ എന്താണ് നാം ചെയ്യുന്നത്? ഓർക്കുക, നാം കർത്താവിനെ ദ്രോഹിക്കുക. പാപത്തെ പറ്റി പറയുമ്പോൾ എത്ര തരത്തിലുള്ള പാപങ്ങളുണ്ട്? ആദ്യമായി ആദിപാപം, രണ്ടാമതായി മാരക പാപങ്ങൾ, മൂന്നാമതായി ലഘുപാപങ്ങൾ. ജന്മപാപം നമുക്കറിയാം, മാമോദീസായിലൂടെ അത് നീക്കം ചെയ്യപ്പെടുന്നു. മാരകപാപം എന്താണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾക്കെതിരെ ബോധപൂർവം നാം പാപം ചെയ്യുമ്പോൾ ഓർക്കുക, ഓരോ മാരക പാപം ചെയ്യുന്ന വ്യക്തി ഓരോ പ്രാവശ്യം ഈശോയെ
അതിഭയങ്കരമായ രീതിയിൽ 3 ആണികളാൽ കുരിശിൽ തറച്ച് തൂക്കുകയാണ് ചെയ്യുന്നത്. ഇത് മറക്കരുത്. ദൈവം നൽകിയ 10 കൽപ്പനകൾക്കെതിരെ ബോധപൂർവം പാപം ചെയ്യുന്നവർ ഇതേ മാരകമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്നാൽ ലഘു പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ദിവസവും ചെയ്യുന്ന പാപങ്ങൾ എപ്രകാരമാണ് കർത്താവിനെ ദ്രോഹിക്കുന്നത്? അവിടത്തേക്കെതിരെ തുപ്പുന്നു, അവിടത്തേക്കെതിരെ കല്ലെറിയുന്നു, അവിടുത്തെ മർദ്ദിക്കുന്നു, അവിടുത്തെ എല്ലാ തരത്തിലും വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, തന്റെ ശരീരത്തില് ഉള്ളംകാൽ മുതൽ നെറുകം തല വരെ ഇത്രമാത്രം മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചത്, തന്റെ പഞ്ചേന്ദ്രിയങ്ങളില്, തന്റെ ശരീര അവയവങ്ങളില് ഇത്രമാത്രം പീഡനങ്ങൾ സഹിക്കാൻ കാരണം നമ്മെ ഇത്തരത്തിലുള്ള പാപങ്ങളുടെ കൂമ്പാരത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഇത്രമാത്രം സഹനങ്ങൾ സഹിച്ചത്. അതിനാൽ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടത്തേക്ക് നാം സാന്ത്വനം നൽകണം. കുരിശിന്റെ വഴിയിൽ നോക്കുക, 2 കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിഭാഗം ജനത, അവർ എണ്ണത്തിൽ സംഖ്യയിൽ വളരെ അധികമായിരുന്നു, കർത്താവിനെ ദ്രോഹിച്ചുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട്, കല്ലെറിഞ്ഞുകൊണ്ട്, അവിടുത്തെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ കർത്താവിനെ മർദ്ദിച്ചുകൊണ്ട് കുരിശിൽ തറച്ച വിഭാഗം അവര് പാപം ചെയ്യുന്നവരാണ്. അവരെ ഇന്നും ഇതേ പ്രവൃത്തി ചെയ്യുന്നു. മനഃപൂർവം പാപം ചെയ്ത് കർത്താവിനെ ഇപ്രകാരം നിരന്തരം വധിക്കുന്നവരാണ്. എന്നാൽ എണ്ണത്തിൽ കുറവായ ഒരു ചെറിയ സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും പരിശുദ്ധയമ്മ തന്റെ അപ്പസ്തോലൻ, ഈശോയുടെ പ്രിയ അപ്പസ്തോലൻ യോഹന്നാൻ ശ്ലീഹ, പരിശുദ്ധയമ്മ ദൈവത്തിന്റെ അമ്മയാണ്. യോഹന്നാൻ ശ്ലീഹ സകല വൈദികരെ പ്രതിനിധാനം ചെയ്യുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇനി അൽമായ സഹോദരങ്ങളെ നമുക്ക് ഏറെ അവിടെ കാണാൻ സാധിക്കും. ആരാണ് സിമിയോൻ? ഒരു സാധാരണ വിശ്വാസി. സിമിയോൻ ചെയ്ത സഹായം ചെറുതല്ല പ്രിയപ്പെട്ടവരെ, ചെറുതല്ല. അതുകൊണ്ടാണ് എക്കാലവും ലോകാവസാനം വരെ ആ മകൻ ചെയ്ത കാര്യം സഭ ഓർത്തുകൊണ്ടേയിരിക്കും. അത്ര വലിയ സാന്ത്വനമായിരുന്നു ഈശോയ്ക്ക് ആ മകൻ നൽകി. നാമും പാപം ഉപേക്ഷിച്ച് നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതേ സാന്ത്വനമാണ് പ്രിയപ്പെട്ടവരെ നാം ഈശോയ്ക്ക് നൽകുന്ന കാര്യം മറക്കരുത്. അടുത്ത് നോക്കുക, വെറോനിക്ക. കുരിശിന്റെ വഴിയിൽ ആരും ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു സഹായവും നൽകാൻ പാടില്ല, നിയമമാണ്. പക്ഷേ ആ മകൾ ഇത്ര ധൈര്യസമേതം അവിടെ നിന്നു. ആരെന്തും പറഞ്ഞാൽ, ആരെന്ത് ചെയ്താൽ ഞങ്ങൾക്ക് മാറില്ല, കർത്താവിനെ ആശ്വസിപ്പിച്ചേ മടവും. ശിരസിൽ നിന്ന് കണ്ണിലേക്ക് ഒഴുകുന്ന രക്തത്തുള്ളികൾ കാരണം പ്രിയപ്പെട്ടവരെ കണ്ണുകൾ നീറുകയായിരുന്നു. കണ്ണ് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ സമയത്ത് ഒരു ടവലായി ഒരു തൂവാലയുമായി ആ മകൾ അവിടെ കാത്തു നിന്നു. ഈശോയുടെ മുഖം തുടച്ചു. എത്ര വലിയ ആശ്വാസമാണ് ഈശോയ്ക്ക് ലഭിച്ചത്. ആ മകൾ പാപം ഉപേക്ഷിച്ച് നല്ല ജീവൻ നയിച്ച ഒരു ക്രിസ്ത്യാനിയെ പ്രതിനിധീകരിക്കും.
വലിയ ആശ്വാസമാണ് ഇന്നത്തെ കാലഘട്ടത്ത്. പാപങ്ങൾ ഉപേക്ഷിച്ച് നാം നന്മ ചെയ്യുമ്പോൾ ദൈവത്തിന് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല പ്രിയപ്പെട്ടവർ, വലിയ ആശ്വാസം. കുറഞ്ഞത് കർത്താവിന് ആ വഴികളൊന്ന് നോക്കിക്കണ്ട് ഓരോ പാദങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ, ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു. അടുത്തതായി നാം കാണുന്ന പ്രിയപ്പെട്ടവരെ, ഭക്ത സ്ത്രീകളുടെ സമൂഹം. ആ ഭക്ത സ്ത്രീകളുടെ സമൂഹം തന്റെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ മാറിലേറ്റിക്കൊണ്ട് ഒരു കരം കൊണ്ട് മാറിൽ ഇപ്രകാരം മാറത്തടിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ 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 അവർ പരിശുദ്ധ അമ്മയോടൊപ്പം കാൽവരി മലയിലേക്ക് കയറുകയാണ്. ഏറ്റവും കുറഞ്ഞത് കർത്താവിന് എത്ര ആശ്വാസം നൽകിയിട്ടുണ്ടാവും അവരുടെ സാമീപ്യം, തീർച്ചയായും. അതിനാൽ പ്രിയപ്പെട്ടവരെ, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം പാപങ്ങൾ ഉപേക്ഷിച്ച് നന്മ ചെയ്തുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കാനുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകും. അതിനാൽ ആദ്യമായി നാം ചെയ്യേണ്ടത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുകയാണ്. പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നാം ഒരു നല്ല ജീവിതം നയിക്കും. കർത്താവിൻ്റെ തിരുവചനത്തിൽ അടിസ്ഥിതം ആയി അവിടെ എന്താണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ആ കൽപ്പനകൾ അനുസരിച്ച്, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ഒരു പരിശുദ്ധമായ ജീവിതം നാം നയിക്കുമ്പോൾ നാം ദൈവത്തിന് നൽകുന്ന ആശ്വാസം, നാം ദൈവത്തിന് നൽകുന്ന സന്തോഷം, ആനന്ദം, അത് വളരെ വലുതാണ്. നമുക്കൊരു നല്ല തീരുമാനം എടുക്കാൻ പ്രിയപ്പെട്ടവർ. പലപ്പോഴും എത്ര സമയം വേണമെങ്കിലും നമുക്കിഷ്ടപ്പെട്ട വ്യക്തികളെയും നമുക്കിഷ്ടപ്പെട്ട വിഷയങ്ങളും കിട്ടുമ്പോൾ നാം ഇരുന്ന് സംസാരിക്കാറില്ലേ അവരോടൊപ്പം? എത്ര സമയം നഷ്ടപ്പെടുത്തും നമ്മൾ മനസ്സിലാകുന്നില്ല. മുന്നോട്ടുള്ള നാളുകളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല. മനസ്സിലാക്കുക, ദൈവം നമുക്ക് എല്ലാവർക്കും വിവേകം നൽകിയിട്ടുണ്ട്, ജ്ഞാനം നൽകിയിട്ടുണ്ട്. കർത്താവ് തരുന്ന ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കൂടുതലായി ദൈവിക ജ്ഞാനം ലഭിക്കും. ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞ പ്രാർത്ഥന ഉരുവിടാൻ മറക്കരുത്. ഒരു സുഹൃത്ത് ജപം പോലെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണേ, അങ്ങയുടെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അതിശക്തമായ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എഴുന്നള്ളി വരണം. ഇത് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ യാത്രയിലും നമ്മുടെ ജോലിക്കിടയിലും ഇടയ്ക്കിടയ്ക്ക് ഈ പ്രാർത്ഥന എത്രമാത്രം പ്രാവശ്യം നമുക്ക് ഉരുവിടാൻ സാധിക്കുമോ അത്രമാത്രം ഉരുവിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക. അവിടുന്ന് വരും. അവിടുന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. മുന്നോട്ടുള്ള ജീവിതത്തിനും ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിനും സാധാരണ വിശ്വാസിക്ക് ഒത്തിരി ചിന്താക്കുഴപ്പത്തിലേക്ക് നയിക്കുന്ന പലതരത്തിലുള്ള ടീച്ചിങ്ങുകൾ പലയിടത്തുനിന്നുമായിട്ട് നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ തരത്തിലുള്ള ടീച്ചിങ്ങുകൾ, പഠിപ്പിക്കലുകളൊക്കെ നാം കേൾക്കുമ്പോൾ ഏതാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതിനായി നാം ഒരുങ്ങുക. അടുത്ത ടോക്കിൽ നമ്മൾ പാപങ്ങളെക്കുറിച്ച് കേൾക്കും. നാം പാപങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നാം ചെയ്ത പാപങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ട പാപങ്ങൾ, നാം ചെയ്യാതിരിക്കേണ്ടതിന് നാം മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ, അവയൊക്കെ പ്രത്യേകമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ
നമുക്ക് ഒരുങ്ങാം. നിശബ്ദതയിൽ, പ്രാർത്ഥനയിൽ, തൻ്റെ നാവിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഒരു പുതുജീവിതം, ഒരു പരിശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.